ഹായ് ഹലോ ബിൽഡ് കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സ് ആണ്. മാത്സിൽ സ്ക്വയർ ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന്. നമുക്ക് സ്ക്വയേഴ്സ് അറിയാം അല്ലെ? എത്ര വരെ അറിയാം? ഒരു 1 to 10 വരെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് അറിയാം. കൂടിപ്പോയാൽ കുറെ പേരൊക്കെ പിന്നെയും ഒരു 20-25 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് ഏതാ അറിയാ 30, 40, 50, 60 അങ്ങനത്തെ നമ്പേഴ്സിന്റെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. ഇടയിലുള്ള നമ്പേഴ്സിന്റെ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ ഈ ഒരു സ്ക്വയർ ഓഫ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നിയർ ടു 50, നിയർ ടു 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഒരു കൺവീനിയന്റ് ആയിട്ട് എല്ലാ നമ്പേഴ്സിന്റെയും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്നും എനിക്ക് കൺവീനിയന്റ് ആയി തോന്നിയിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഏതൊരു നമ്പറിന്റെ ആണെങ്കിലും സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇതിനകത്ത് കൂടുതലായിട്ടും 2 ഡിജിറ്റ് നമ്പറും 3 ഡിജിറ്റ് നമ്പറും ആണ് ഫോക്കസ് ചെയ്യണത്. 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വളരെ കുറവായിട്ടേ ചോദിക്കാറുള്ളൂ. കുറവ് എന്നല്ല, കാണാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും ഞാൻ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് 4 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമുക്ക് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ള അത്രയും നമുക്കത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് സ്ക്വയേഴ്സിന്റെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ആദ്യം 10 വരെയുള്ള സ്ക്വയേഴ്സ് അല്ലെ? 10 വരെയുള്ള സ്ക്വയേഴ്സ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. 10 വരെ എന്ന് മാത്രമല്ല, ഒരു 20 വരെയൊക്കെ നമ്മൾ 20 to 25 വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, എന്തായാലും ഒരു 20 വരെയുള്ളത് പഠിച്ചു വെക്കുക. അപ്പൊ ഇപ്പൊ നോക്കിക്കോ, 20 വരെയുള്ളത് ഓക്കെ, 10 വരെയുള്ളത് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ 1 സ്ക്വയർ 1 ആണെന്ന് അറിയാം, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 16, 25 ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ളതൊക്കെ എന്താണ്? സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിന്റെ ആണ് അല്ലെ? അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ സ്ക്വയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പം 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 25 വരെ പഠിക്കാനും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ 2 ഡിജിറ്റ് പറയണത് വെച്ചാൽ, ഞാൻ പറഞ്ഞത് 20 വരെയുള്ള 2 ഡിജിറ്റ്സിന്റെ കാര്യമല്ല ഞാൻ പറയണത്. നമുക്ക് വലിയ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ 20 വരെ പഠിക്കുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് മറ്റത് പഠിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ മെത്തേഡ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ 4 into 4 ചെയ്ത് 16, അല്ലെങ്കിൽ ഒരു 22 into 22, അല്ലെങ്കിൽ 21 into 21 നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ 441 എന്ന് കണ്ടുപിടിക്കുന്നതാണോ 21 സ്ക്വയർ is equal to 441 എന്ന് പറയുന്നതാണോ എളുപ്പം? നമുക്ക് കാണാതെ പഠിച്ച് പറയുന്നതാണല്ലോ. അപ്പൊ പറ്റാവുന്ന അത്രയും പഠിക്കുക. പിന്നെ കിട്ടാത്തതിനുള്ള മെത്തേഡാണ് ഇനി പറഞ്ഞു തരുന്നത്. ഇത് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ടേ നമ്മൾ ചാപ്റ്റേഴ്സിനകത്തേക്ക് കയറുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ 21 സ്ക്വയർ, ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 21 സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 21നെ 2 പാർട്ട് ആക്കിയിട്ട് മാറ്റുകയാണ്. 2 ഫസ്റ്റ് പാർട്ട്, 1 സെക്കൻഡ് പാർട്ട്, ദെൻ ഇവിടെ ഒരു മിഡിൽ പാർട്ട് കൂടെ നമുക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് പാർട്ടിൽ 1 സ്ക്വയറുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി മിഡിൽ പാർട്ടിൽ എന്തായിരിക്കും? മിഡിൽ പാർട്ടിൽ ഈ 2 into 1 into ഇവിടെ ഇരിക്കുന്ന സൂപ്പർസ്ക്രിപ്റ്റിൽ ഇരിക്കുന്ന 2 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് മിഡിൽ പാർട്ടിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? 2 സ്ക്വയർ 4 ആണ്, 2 into 2 4 ആണ്, 1 സ്ക്വയർ 1 ആണ്. അത് മൂന്നും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 441. അപ്പൊ 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 441 ആണ് 21 സ്ക്വയർ.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഫസ്റ്റ് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ലാസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഡിജിറ്റിനെ സ്ക്വയർ ചെയ്യുക. മിഡിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ള 2 ഡിജിറ്റ്സും എക്സ്പൊണന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഡിജിറ്റിനെ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് അത് 3ഉം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയണത്? നമ്മുടെ സ്ക്വയർ എന്ന് പറയണത്. അപ്പൊ മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു നമ്പർ നോക്കാം. 32 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3ഉം 2ഉം 2 പാർട്ടാക്കി സ്ക്വയർ, ഫസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ലാസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്താണ്? 3 സ്ക്വയർ, മിഡിൽ പാർട്ട് 3 into 2 into 2, ഫൈനൽ പാർട്ട് 2 സ്ക്വയർ. ഓക്കെ, അപ്പൊ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇവിടെ എന്ത് വരും? 3 into 2 6, 6 into 2 12 എന്നാണ് വരിക. ഇവിടെ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാ ഇത് നോക്കിക്കോ, മിഡിൽ പാർട്ടിൽ 2 ഡിജിറ്റ് വരുന്നുണ്ട് അല്ലെ? പക്ഷെ നമുക്ക് എന്തേ പാടുള്ളൂ? അവിടെ നമുക്ക് സിംഗിൾ ഡിജിറ്റേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫൈനൽ ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതി, യൂണിറ്റ് ഡിജിറ്റ്. ഈ ഒരു മിഡിൽ പാർട്ടിൽ നിന്നും ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ എഴുതി. അതായത് യൂണിറ്റ് ഡിജിറ്റ് ഉള്ള 2 ഇങ്ങനെ എഴുതി. ഈ 1 നമ്മൾ ഫസ്റ്റ് ഡിജിറ്റുമായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, 9 plus 1 എന്ന് ആഡ് ചെയ്യും. അപ്പൊ 9 plus 1 നമുക്ക് എന്ത് കിട്ടി? ആ 10 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 1024 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? 32നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് 3 സ്ക്വയർ എന്ന് എഴുതി. മിഡിൽ പാർട്ട് 2 ഡിജിറ്റ്സും എക്സ്പൊണന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഫൈനൽ പാർട്ട് എന്ത് ചെയ്തു? ഫൈനൽ യൂണിറ്റ് ഡിജിറ്റിനെ സ്ക്വയർ ചെയ്തു. എന്നിട്ട് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി. 2 ഡിജിറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തി? യൂണിറ്റ് ഡിജിറ്റിനെ താഴേക്ക് എഴുതിയിട്ട് ബാലൻസ് ഉള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് മുന്നേ ഉള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതി. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ചെയ്തു നോക്കാം. 67 സ്ക്വയർ. 6ഉം 7ഉം 2 പാർട്ടാക്കുക. സ്ക്വയർ, ഫസ്റ്റ് പാർട്ട് 6 സ്ക്വയർ ആണ്. മിഡിൽ പാർട്ട് എന്താ വരിക? 6 into 7 into 2 എന്ന് വരും. ഫൈനൽ പാർട്ട് എന്ത് വരും? 7 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 6 സ്ക്വയർ എന്താ? 36 ആണ്. ഇവിടെ എന്ത് വരും? 6 into 7 42, 42 into 2 84 എന്ന് വരും. 7 സ്ക്വയർ 49. ഇവിടെ നോക്ക്, എല്ലാം 2 ഡിജിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ എല്ലാം 2 ഡിജിറ്റ്സ് ആകുമ്പോൾ നമ്മൾ എന്താ അറിയോ ചെയ്യേണ്ടത്? ആദ്യം ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് താഴേക്ക് എടുത്ത് എഴുതി. 9 എന്ന് താഴേക്ക് എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 4നെ 84ഉമായിട്ട് പ്ലസ് ചെയ്യും. ഓക്കെ, 84 plus 4 എന്ന് പറയുമ്പോൾ നമുക്ക് 88 കിട്ടും അല്ലെ? അതിവിടെ എഴുതാം നമുക്ക്. 84 plus 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 88 കിട്ടും. അതില് 8 നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് ഈ 8നെ നമ്മൾ എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. ഈ 36നെ ആഡ് ഓൺ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 36 plus 8 എന്ന് കിട്ടും. 36 plus 8 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 6 plus 8, 8 plus 2 10 ആണ്. 10 plus 4 14 ആണ്. 4 ഇവിടെ വരും. 3 plus 1 4. അങ്ങനെ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 44. ആ 44നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അങ്ങനെ എഴുതി വെക്കും. അപ്പൊ 67 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടണേ? 4489 എന്നാണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? 2 ഡിജിറ്റ്സ് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ യൂണിറ്റ് ഡിജിറ്റ് എഴുതും. ബാലൻസ് ഉള്ള നമ്പർ തൊട്ട് മുന്നേ ഉള്ള നമ്പറിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഡിജിറ്റ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് താഴേക്ക് എഴുതും. അവിടെ ബാലൻസ് വരുന്ന നമ്പറിനെ അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യും.
അത് ഫസ്റ്റ് നമ്പർ ഫൈനൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കിട്ടുന്ന ആൻസറിനെ താഴേക്ക് എടുത്ത് എഴുതും. അപ്പൊ ഇങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇനി ഒരു നമ്പർ കൂടെ നമുക്ക് നോക്കാം, 84 സ്ക്വയർ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, 8 4 സ്ക്വയർ ആണ് ഫസ്റ്റ്, 8 സ്ക്വയർ മിഡിൽ പാർട്ട്, 8 into 4 into 2 ഫൈനൽ പാർട്ട് 4 സ്ക്വയർ. അപ്പം 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്, 8 into 4 32 ആണ്, 32 into 2 എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് കിട്ടി, നമുക്ക് എല്ലാം 2 ഡിജിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം 6 എടുത്തെഴുതി, എന്നിട്ട് എന്ത് ചെയ്തു 64 plus 1 ചെയ്തു. അപ്പൊ നമുക്ക് 65 ആണ് കിട്ടുക. ഈ 5നെ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി, ബാലൻസ് 6 ഉണ്ട് അല്ലെ, അതെന്ത് ചെയ്തു ഈ 64ന്റെ കൂടെ ആഡ് ചെയ്തു. 64 plus 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്, 64 plus 6 എന്ന് പറയുമ്പോൾ നമുക്ക് 70 ആണ് ആൻസർ കിട്ടുന്നത് അല്ലെ, 70 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 84 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, 7056 എന്നാണ് 84 സ്ക്വയർ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്, യൂണിറ്റ് ഡിജിറ്റിലെ നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സും രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും, സെന്റർ പാർട്ടിൽ ആ രണ്ട് നമ്പേഴ്സും എക്സ്പൊണന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. കിട്ടുന്ന ഡിജിറ്റ്സ് എല്ലാം എന്താ ചെയ്യേണ്ടത്, 2 ഡിജിറ്റ്സ് ആണെങ്കിൽ സിംഗിൾ ഡിജിറ്റ്സിനെ ആൻസറിലേക്ക് എടുത്തിട്ട് ബാലൻസ് ഉള്ള ഡിജിറ്റിനെ തൊട്ട് മുന്നേ ആയിട്ടുള്ള നമ്പറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആഡ് ചെയ്ത് ഫൈനലി എത്തുമ്പോൾ ആ കിട്ടുന്ന നമ്പറിനെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിലേക്ക് എടുത്തെഴുതും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഏത് നമ്പേഴ്സിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞും തരാം. 56 സ്ക്വയർ ചെയ്ത് നോക്കാം, 63 സ്ക്വയർ, 48 സ്ക്വയർ, then 33 സ്ക്വയർ, അങ്ങനെ ഏത് ഡിജിറ്റ് 99 വരെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അടുത്തത് 3 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ്. 3 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയറും വ്യത്യാസമൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ എന്തുണ്ട്, ചെറിയൊരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, 106 എന്നാണ് അല്ലെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ അറിയോ ചെയ്യേണ്ടത്, രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ 1 ഒരു പാർട്ടായിട്ടും 06 ഒരു പാർട്ടായിട്ടുമാണ് എടുക്കേണ്ടത്, എന്നിട്ട് സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് ഡിജിറ്റ് 1 സ്ക്വയർ എന്ന് വരും, ഫൈനൽ ഡിജിറ്റ് ഇവിടെ 06 ആണ് അല്ലെ. അപ്പൊ എന്താണ്, 6 സ്ക്വയറേ വരുള്ളൂ. 6 സ്ക്വയർ ഇവിടെ എന്ത് വരും, അവിടെ എന്താ വരിക, 6 ആണ് അല്ലെ വരിക. ഈ 0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ 1 into 6 into 2 എന്നാണ് മിഡിൽ പാർട്ട് വരിക. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും, 1, 6 into 2 12, 12 into 1 എന്താണ് 12 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, ആൻസർ 12 എന്ന് വരും. 6 സ്ക്വയർ എന്താണ് 36 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 2 ഡിജിറ്റ്സ് ആണ് ഉള്ളത് അല്ലെ, 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അത് ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ 2 ഡിജിറ്റ്സിന്റെ സ്ക്വയർ കാണുമ്പോൾ സിംഗിൾ ഡിജിറ്റിനെയാണ് ഡയറക്റ്റ് താഴേക്ക് എടുത്ത് എഴുതിയത് അല്ലെ. 3 ഡിജിറ്റ്സിന്റെ വരുമ്പോൾ നമ്മൾ 2 ഡിജിറ്റ് വരെ ഉള്ളത് നമുക്ക് ഡയറക്റ്റ് താഴേക്ക് എഴുതാം. 3 ഡിജിറ്റ് വരുമ്പോഴാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, 1126 11,236 ആണ് എന്ത് 106 സ്ക്വയറിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്ത് ചെയ്യണം, 3 ഡിജിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഒരു പാർട്ടായിട്ടും അടുത്ത രണ്ട് നമ്പേഴ്സിനെ വേറെ പാർട്ടായിട്ടും വേണം ഡിവൈഡ് ചെയ്യാനല്ല, സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ അവിടെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അടുത്തൊരു നമ്പർ കൂടെ കാണുമ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആവും. അപ്പൊ ഇവിടെ 2 ഡിജിറ്റ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ഓണിന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നോക്കിക്കോ,
213. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2നെ ഒരു പാർട്ടായിട്ടും 13നെ ഒരു പാർട്ടായിട്ടും എടുത്തു ഇവിടെ സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. മിഡിൽ പാർട്ട് എന്താ വരിക? 2 into 13 into 2 എന്ന് വരും. ഇവിടെ എന്ത് വരും? 13 സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ 4 ആണ്. 2 into 13 എന്താ വരിക? 36 വരും. 36 into 2 എന്ന് പറഞ്ഞാൽ 36 അല്ല, സോറി, 2 into 13 26, 26 into 2 എന്ന് പറഞ്ഞാൽ 52 എന്ന് കിട്ടും. ഓക്കെ, 52. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 169 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്തുണ്ട്? 3 ഡിജിറ്റ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 2 ഡിജിറ്റ് ആണ് നമ്മൾ ഡയറക്റ്റ് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ നമ്മൾ ഈ 69നെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ബാലൻസ് ഉള്ള 1 52ലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി? 53 എന്ന് കിട്ടി. സോ ഇവിടെ 53 എന്ന് കിട്ടി. ഇനി ഇവിടുന്ന് നമ്മൾ മാറ്റി എഴുതേണ്ട കാര്യമില്ല അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടുന്ന് മാറ്റി എഴുതേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്? നമുക്ക് എന്ത് വരുന്നില്ല? ഇവിടെ 3 ഡിജിറ്റ് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ മാറ്റി എഴുതണ്ട. ആ 53നെ ഡയറക്റ്റ് എഴുതി ഈ 4നെയും താഴേക്ക് ഡയറക്റ്റ് എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടണേ? 213 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 45369 എന്നാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 3 ഡിജിറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള 2 ഡിജിറ്റിനെ അങ്ങനെ തന്നെ ആൻസറിലേക്ക് എഴുതുക. ബാലൻസ് ഉള്ള ഒരു ഡിജിറ്റിനെയാണ് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള നമ്പറിലേക്ക് ആഡ് ഓൺ ചെയ്യണത്. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഡിജിറ്റ് മാത്രമാണ് എഴുതിക്കൊണ്ടിരുന്നത്. സ്ക്വയർ അല്ല, സോറി, 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയറിനകത്ത് നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആണ് എഴുതിയത്. 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ 2 ഡിജിറ്റ്സിനെയാണ് എഴുതേണ്ടത്. എല്ലാ നമ്പേഴ്സിലും 2 ഡിജിറ്റോ അതിൽ കുറവോ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് താഴേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കാം അല്ലെ. ഇത് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? 5 ഒരെണ്ണമായിട്ടും 24 വേറൊരു പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. ഫൈനൽ പാർട്ട് 24 സ്ക്വയർ ആണ്. സെന്ററിൽ നമുക്ക് എന്ത് കിട്ടും? 5 into 24 into 2. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാണ് ഒരു 30 വരെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാൻ പറഞ്ഞത്? ഇവിടെ 24 സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമയം പോവുകയാണ് അല്ലെ. അപ്പൊ നമുക്കൊരു 30 വരെയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു 25 വരെയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 25 എന്നാണ് വരിക. 5 into 2 10 ആണ്. 10 into 24 എന്ന് പറഞ്ഞാൽ 240 ആണ് സെന്ററിൽ വരുന്നത്. 3 ഡിജിറ്റ് വന്നു അല്ലെ. ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. ഇനി 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി. ഇവിടെ എന്താണ്? ഇത് രണ്ടും 3 ഡിജിറ്റ്സ് ആണ്. ഇത് പിന്നെ നമുക്ക് ഫൈനൽ ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ 76നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 76 എഴുതി. ബാലൻസ് 5 ഉണ്ട് അല്ലെ. 240 പ്ലസ് 5 ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 245 എന്ന് കിട്ടി. അതിനകത്ത് 45നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ആ 2നെ നമ്മൾ എന്ത് ചെയ്തു? 25ന്റെ കൂടെ പ്ലസ് ചെയ്തു. 25 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? 27 എന്നാണ് കിട്ടുക. ആ 27 ഇവിടെ എഴുതി വെച്ചു. നമുക്ക് എന്താ കിട്ടിയേ? 27, 45, 76. അതാണ് എന്തിന്റെ സ്ക്വയർ? 524ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് 3 ഡിജിറ്റിന്റെ സ്ക്വയേഴ്സ് വരുന്നത്. 3 ഡിജിറ്റിന്റെ സ്ക്വയേഴ്സ് വരുമ്പോൾ നമ്മൾ 2 ഡിജിറ്റിന്റെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. പക്ഷെ ഡിവിഷൻ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പർ മാത്രം സിംഗിൾ ആയിട്ടും ബാക്കിയുള്ള 2 നമ്പേഴ്സിനെ ഒരുമിച്ചും എടുത്തെഴുതുക. ആ 2 നമ്പേഴ്സിന്റെ കൂടെയുള്ള സ്ക്വയർ, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ, ആ 2 എണ്ണം ഇൻറ്റു എക്സ്പൊണന്റ് ചെയ്യാം. ചെയ്തിട്ട് 3 ഡിജിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ 2 നമ്പേഴ്സിനെ ആൻസറിലേക്ക് എടുക്കുക. ബാലൻസ് ഉള്ള ഒരു നമ്പറിനെ തൊട്ട് മുന്നേ ഉള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ഡിജിറ്റിന്റെ സ്ക്വയറും കിട്ടും. ഓക്കെ, അപ്പൊ ഇനി വേണമെങ്കിൽ കുറച്ച് നമ്പേഴ്സിന്റെ ചെയ്ത് നോക്കാം. 363 സ്ക്വയർ, 654 സ്ക്വയർ, 819 സ്ക്വയർ.
അപ്പൊ ഇത്രയും നമ്പേഴ്സിന്റെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ് നോക്കുന്നത്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ഈ ഒരു മെത്തേഡ് നമ്മൾ ഇങ്ങനത്തെ നമ്പേഴ്സിനെ ഫോളോ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ എന്നാൽ കൂടിയിട്ടും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള നമ്പേഴ്സിന്റെ ട്രിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ചോദിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണത്. ഈ ഒരു നമ്പറിന്റെ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 27 എന്നും 14 എന്നും ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യണം? 27ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ പാർട്ടിൽ എന്തിന്റെയാ കണ്ടുപിടിക്കേണ്ടത്? 14ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡിൽ പാർട്ടിൽ എന്ത് ചെയ്യണം? 27 into 14 into 2 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലേ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്യാൻ എടുക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൂടെന്ന്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. എനിവേ, എന്തായാലും ഇത് എന്താണ് മെത്തേഡ് എന്ന് നോക്കി വെക്കണേൽ തെറ്റൊന്നുമില്ല. അപ്പൊ 27 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 729 ആണ്. ഇനി 27 into 14 into 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 756 എന്നാണ് കിട്ടുക. 14 സ്ക്വയർ നമുക്കറിയാം 196 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് ഇവിടെ എന്താണ്? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 2 ഡിജിറ്റിനെ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? 756 plus 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 757 എന്ന് കിട്ടി. 757 എന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? അതിനകത്തുള്ള 57 ഇങ്ങോട്ടേക്ക് എഴുതി. എന്നിട്ട് 7 നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. അതായത് 729 plus 7 എന്ന് ആഡ് ചെയ്തു. 729 plus 7 എത്രയാ കിട്ടുക? ഒന്ന് നോക്കിയേ, എത്രയാ കിട്ടണേന്ന്? 729 plus 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 736 എന്നാണ് കിട്ടുക. 736 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് അതെന്ത് ചെയ്യും? ഇവിടെ എഴുതും. 736 എന്ന് ഇവിടെ എഴുതും. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെയാ കിട്ടുന്നത്? 736,596 ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ നമ്മൾ നോർമലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഡിജിറ്റ് വരെയുള്ളത്, അതായത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള 3 ഡിജിറ്റ് 2 ഡിജിറ്റിന്റെയും 3 ഡിജിറ്റിന്റെയും പ്രോപ്പറായി പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് 4 ഡിജിറ്റിന്റേത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അധികം കാണാറില്ല. അത് മാത്രമല്ല 4 ഡിജിറ്റിന്റെ സ്ക്വയർ കാണാനും അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാർട്ടിനകത്ത് പറയാനുള്ളത്. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും വലിയ നമ്പേഴ്സിന്റെ ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ എക്സാംസിനൊക്കെ കാണുന്നത് 2 ഡിജിറ്റിന്റെയും 3 ഡിജിറ്റിന്റെയും ആണ്. അപ്പൊ അങ്ങനത്തെ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തന്നത്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.